നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന 2 സിനിമയാണ്. ഒന്ന് മലയാള സിനിമയായ ലവ്ലി 3D, രണ്ടാമത്തത് ഫൂൾ ചുക്ക് മാഫുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലവ്ലി 3Dനെ കുറിച്ച് പറയാം. ഈ സിനിമയിൽ നിന്ന് എനിക്ക് യാതൊരു എക്സ്പെക്റ്റേഷനും ഇല്ല. ഇതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. പക്ഷേ സിനിമ 3D ആണെന്നുള്ളതുകൊണ്ടും 3D സിനിമകൾ ഞാൻ തിയേറ്ററിൽ നിന്ന് മിസ്സാക്കുന്നത് വളരെ റയറായതുകൊണ്ടും ഞാൻ ഈ സിനിമ കാണാൻ പോയി. ഈ സിനിമ ഞാൻ കണ്ടത് OD6 ഫോറം മോളിലെ OD6ലാണ്. സിനിമ വളരെ മോശം സിനിമയാണ്. എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാണ്ട് സിനിമ മോശം തന്നെയായിരുന്നു. ഈ സിനിമ എന്താണ് ട്രൈ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഇവർ ഈ കഷ്ടപ്പെട്ട് ടീച്ചറിനെ കൊണ്ടുവന്ന് ഈ കഥ പറയാൻ നോക്കിയെന്നുള്ള. നമുക്ക് ഈ ടീച്ചറിൻ്റെ ഗ്രാഫിക്സ് കാണിക്കാനും 3D എഫക്റ്റ് കാണിക്കാനുമാണ് ഇവർ ഈ സിനിമ എടുത്തെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് നല്ലൊരു കഥ ഇതിന് എഴുതിക്കൂടെ. ഇതിനെ കഥയൊക്കെ പറഞ്ഞാൽ വളരെ മോശം പടമാണ്. ഇതൊരു കുട്ടികളുടെ സിനിമയാണോ? ഫാൻറ്റസി സിനിമ പോലെ കാണിച്ചതിൻ്റെ പരസ്യവും അല്ലെങ്കിൽ പോസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുട്ടികളുടെ സിനിമ പോലെ തോന്നും. പക്ഷേ സിനിമ ഒന്നും കുട്ടികളുടെ സിനിമയൊന്നും അല്ല. വളരെ ക്രിഞ്ച് വൃത്തിയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നതൊക്കെ. ഇതൊക്കെ കുട്ടികളുടെ ഞാൻ കണ്ട ഷോയിൽ ആക്ച്വലി പാരൻസും കുട്ടികളും കാണാൻ 3D സിനിമയാണ്, ഈച്ചയുള്ള 3D സിനിമയാണ്. അതുകൊണ്ട് കുറച്ച് പിള്ളേർ കാണാനുണ്ടായിരുന്നു. ഞാൻ സീരിയസ്ലി പറയുകയാണ്, എൻ്റെ ലെഫ്റ്റ് സൈഡിലിരുന്ന പാരൻസിൻ്റെ റിയാക്ഷൻ കാണുമായിരുന്നു ചില സീക്വൻസുകളിൽ ആദ്യം കാണിക്കുമ്പോൾ. എന്താണത്? പിന്നെ ഈ സിനിമയുടെ മാത്യു ഉൾപ്പെടെയുള്ളവർ അത്ര നന്നായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലെല്ലാവരുടെയും കാരണം ഈ സിനിമ വളരെ മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പേഴ്സണൽ അഭിപ്രായം. അഭിനയമൊക്കെ ഓക്കെയാണ്. മാത്യുവിൻ്റെയൊക്കെ റോള് മാത്യുവിന് ഞാൻ കുറ്റം പറയുന്നില്ല. ഈ സിനിമക്കത്തൊന്നും ചെയ്യാനൊന്നുമില്ല പുള്ളിക്ക് സത്യം പറഞ്ഞാൽ. പുള്ളി ഇതുപോലത്തെ സിനിമകൾ ചെയ്യരുത്. എനിക്ക് ശരിക്കും അറിയില്ല ഇനിയിപ്പോൾ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ടാണ് പുള്ളി പടം ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതുപോലത്തെ സിനിമകളൊക്കെ മാത്യു അവോയ്ഡ് ചെയ്യുന്നതാണ് മാത്യുവിന് നല്ലത് കാര്യമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഈ സിനിമയുടെ എൻ്റെ ഹൈലൈറ്റ് പോയിൻ്റ് 3D കാണാൻ പോയ അവസ്ഥ. ഇതിപ്പോൾ ആ സിനിമയുടെ 3Dയുടെ പ്രശ്നമാണോ അതോ തിയേറ്ററിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഇതിൽ ഈച്ച വരുന്ന സീനിലുള്ള 3D സീക്വൻസ് എല്ലാം അത്യാവശ്യം നല്ലതാണ്. പിന്നെ സിനിമ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബബിൾ കാണിക്കുന്ന ഒരു സീനുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ബബിൾ കാണിക്കുന്ന സീൻ, ആ സീനും 3D നല്ലതായിരുന്നു. അതായത് പൊതുവെ മലയാളത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കര എക്സഗറേറ്റ് ചെയ്ത് 3D കാണിക്കുന്ന ഒരു അസുഖം പ്രത്യേകിച്ച് റീജിയണൽ സിനിമാസിൽ 3D കൺവേർട്ട് ചെയ്യുമ്പോഴുണ്ട്. അത് ഇതിനകത്ത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആക്ച്വലി അത്യാവശ്യം ഓക്കെ ആയിട്ടാണ് ചെയ്തത്. ഈ ചെയ്യുന്ന VFX വാസ് ആൾസോ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഡബ്ബിങ് അത്ര നന്നായിട്ട് എനിക്ക് തോന്നിയില്ല, ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയില്ല. പിന്നെ ഈ ഈച്ച ഇതിലൊരു എക്സ്പ്ലനേഷൻ ഒന്നുമല്ല. ഈച്ച എന്തുകൊണ്ട് ഇവനെ സംസാരിക്കാൻ പറ്റുക, അത് ഇവനെ തലക്കോളമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഇവന് ഈച്ചയുടെ സംസാരിക്കാൻ പറ്റുന്നതുള്ളത്. ഇതൊരു ഫാൻറ്റസി ആണോ, എന്തോ ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ സീരിയസ്ലി പറയാം, എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവർ യാതൊരു എക്സ്പ്ലനേഷൻ ഇല്ലാണ്ട് എന്തോ അതൊരു ഞങ്ങൾക്ക് ഈച്ചേനെ കാണിക്കണം, ഞങ്ങൾക്ക് അതിന് 3D കാണിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും എന്തോ എഴുതി വെച്ച പോലെ ഉണ്ട് സിനിമ. ഇതിലകത്ത് മാത്യു ഒക്കെ ജയിലിൽ പോകുന്ന റീസണൊക്കെ നിങ്ങൾ കേൾക്കണം. പക്ഷെ എൻ്റെ ദൈവമേ, ഒന്ന് ഭയങ്കര മോശം സിനിമയാണ്. എനിക്ക് ആക്ച്വലി ഇരുന്ന് 3D സിനിമയാണെന്നുള്ളത് മാത്രം മുഴുവൻ കണ്ടെടുത്താണ് ഞാനത്. ഒരിക്കലും ഞാൻ ഈ സിനിമ വീട്ടിലൊന്നും വന്ന 3D അല്ലല്ലോ, കാണാൻ പോണില്ല. അത്രയ്ക്ക് മോശമാണത്. രണ്ടാമത്തെ കാര്യം, ബാക്കിയുള്ള സീനുകളുടെ 3D ഞാൻ ഈ സ്ക്രീനിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനതൊരു വേറൊരു വീഡിയോയിൽ പറയാം. ലിലോ ആൻഡ് സ്റ്റിച്ചിൻ്റെ റിവ്യൂവിൽ ഞാൻ ഈ സ്ക്രീനിനെ കുറിച്ച് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറയാം. അപ്പോൾ കാരണം ഈ സിനിമ കാണുമ്പോൾ ഈ ഞാൻ പറഞ്ഞ സീക്വൻസുകളല്ലാണ്ടുള്ള സീനിലൊന്നും ഡെപ്ത് ഒന്നും സാധനമില്ല. പൊതുവേ നമ്മൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ 3D ആക്കി ഇടുമ്പോൾ മെയിൻലി പുറത്തേക്ക് വരുന്ന സാധനമാണ് മൂക്കി വന്ന് ഇടിക്കണ 3Dക്ക് പകരം പൊതുവെ അവർക്കൊരു ഡെപ്ത് തരിക എന്നാണ്. നമ്മളാ സിനിമയിലുണ്ട്, നമ്മളാ സിനിമയിലേക്ക് കൊണ്ടുപോകുക എന്ന രീതിയിൽ ആ സ്ക്രീനിൻ്റെ ഡെപ്ത് നമുക്ക് തരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഡെപ്ത് എനിക്ക് ഫീൽ ചെയ്തേ ഇല്ല. ബാക്കിയുള്ള സീക്വൻസിന് ഡെപ്തേ ഇല്ല. ഈ ഈച്ചയുടെ സീക്വൻസിന് ഈച്ച ഭയങ്കര അടുത്തോട്ട് വരുന്നുള്ളതും ആ ബബിൾ അടുത്തോട്ട് വരുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള 3D എഫക്റ്റുകൾ പ്രത്യേകിച്ച് ഡെപ്തും സാധനം സിനിമയ്ക്ക് അത് എൻ്റയർലി ഇല്ല, മിസ്സിങ് ആണ്. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആണ്. കാരണം ഗ്ലാസ് ഊരിക്കഴിഞ്ഞാൽ ഈ സിനിമ ഭയങ്കരമായിട്ട് ഡബിൾ ലെയർഡാണ്. അതായത് നമുക്ക് ഗ്ലാസ് ഇല്ലാണ്ട് സിനിമ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും അങ്ങനെ ചെയ്തിട്ടുള്ള സിനിമയ്ക്ക് എന്തുകൊണ്ട് ഡെപ്ത് ഇല്ല എന്നൊക്കെ ഞാൻ ആക്ച്വലി ബാക്കിയുള്ളവരെ എല്ലായിടത്തും കാണുമ്പോൾ ഇതുപോലെ ഡെപ്ത് ഉണ്ടായിരുന്നില്ലേ. ഞാനിത് ചോദിക്കുന്ന സ്ഥിരമായി 3D കാണുന്ന ആൾക്കാരാണ്. കാരണം സ്ഥിരമായി 3D കാണുന്ന ആൾക്കാരല്ലാത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഡെപ്ത് കരുതുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. 3Dക്ക് ഇപ്പോൾ ഡെപ്ത് എന്തിനാണെന്നുള്ള പറയുന്ന ആൾക്കാരുണ്ട്, എനിക്കറിയാം. അത് അവരുടെ പേഴ്സണൽ തിങ് ആണ്. 3D സ്ഥിരമായി കാണുന്ന ഇംഗ്ലീഷ് സിനിമകളിൽ ഡെപ്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഡെപ്ത് ഫീൽ ചെയ്തെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം എനിക്ക് എന്തായാലും ഫീൽ ചെയ്തില്ല. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ബബിളിൻ്റെ സീക്വൻസ് ഈച്ചയുടെ സീക്വൻസ് അല്ലാത്ത ഒന്നിലും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് 3D.
നിങ്ങളുടെ അനുഭവം എന്താണെന്നുള്ളത് താഴത്ത് കമൻറ്റ് ചെയ്യുക. സിനിമയെക്കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതും താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഫൂൽ ചുക്ക് മാഫാണ്. ഫൂൽ ചുക്ക് മാഫ് എന്ന ഹിന്ദി സിനിമ ഞാൻ കണ്ടത് ആക്ച്വലി ബുക്ക് മൈ ഷോയിൽ 100 രൂപയുടെ ഓഫർ ഉള്ളതുകൊണ്ട് മാത്രം കണ്ട സിനിമയാണ്. എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ യാതൊരു പ്ലാനും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ഈ സിനിമ കാണാൻ പോയി. ടൈം ലൂപ്പാണ് സിനിമയുടെ ഐഡിയ. രാജ്കുമാർ റാവു, വാമിക ഗോപി ഉള്ളത്, പിന്നെ അതുവരെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാനും കൂടി ഇപ്പോൾ അതൊരു റീസണാണ്. 100 രൂപ കൊടുത്ത് ഓഫർ കിട്ടിയെങ്കിലും ഇവരും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനത് കാണാൻ പോയത്. പിന്നെ ഹിന്ദി സിനിമയാണ്, കുറച്ച് പാട്ടൊക്കെ ഉണ്ടാവും, കളർഫുള്ളായിരിക്കും. ആ ഒരു ഇത് കാണാൻ പോയതാണ്. ഈ സിനിമ ഭയങ്കര ബോറ് സിനിമയാണ്. നല്ല അട്ടർ ബോറ് സിനിമയാണ്. ഈ ഇതിനകത്തും ഈ ലവ്ലി ഞാൻ ഇത് ഒരുമിച്ച് ചെയ്യാനുള്ള റീസണും അത് തന്നെയാണ്. രണ്ടിനും ഒരേ പ്രശ്നമാണ്. ഇവർ ചെയ്യുന്ന ഒന്നും വർക്കാവാത്തൊരു സിനിമയാണത്. എനിക്കിതിലത്തെ കോമഡി ഇഷ്ടമായിട്ടില്ല, പാട്ടുകളും കൊള്ളില്ല. സത്യം പറഞ്ഞാൽ എൻ്റയർലി വേസ്റ്റഡാണ്. രാജ്കുമാർ റാവുവിൻ്റെ ഉദ്ദേശം എനിക്കിപ്പോൾ മനസ്സിലാവുന്നുമില്ല. പുള്ളി ഒരു കിടിലൻ ആക്ടറാണ്. പുള്ളി ഈ സെയിം ടൈപ്പ് റോൾ ഇങ്ങനെ നിരത്തി ചെയ്യുന്നതിനാന്ന് എനിക്കറിയില്ല. ഓൾറെഡി പുള്ളിക്ക് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ സ്ത്രീയുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം പുള്ളി എല്ലാ ഹിന്ദി സിനിമയിലും ഈ ഒരേ കാര്യം തന്നെ ഒരേ റോള് തന്നെ ചെയ്യുന്ന പോലെ ഉണ്ട്. പേര് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. ഒട്ടും എൻഗേജിങ് അല്ലാത്ത വളരെ ബോറായിട്ടുള്ള ഒരു സിനിമയാണ് ഫൂൽ ചുക്ക് മാഫ്. ഇതിനകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവർ ആ സ്ഥലം കാണിക്കുന്നതാണ്. ഒരു സെറ്റ് അടിച്ചല്ല, അത് അവിടെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് കണ്ടാലേ മനസ്സിലാവും. അത് നല്ല രീതിയിൽ ഒരു ക്യാമറയിൽ പകർത്തിയിട്ടുമുണ്ട്. അത് മാത്രമാണ്. ഞാൻ ഈ സിനിമ കാണുന്നതിനും പ്രിഫർ ചെയ്യുന്ന അവർ കുറച്ചും കൂടി ആ സ്ഥലങ്ങൾ കാണിച്ചിട്ട് നന്നായിരുന്നാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നിയത്. അതിൻ്റെ അപ്പുറത്തേക്ക് സിനിമക്കകത്തൊന്നും പറയാനൊന്നുമില്ല പ്രത്യേകിച്ച്. നിങ്ങൾ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നി സിനിമ കണ്ടപ്പോൾ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നോ? എന്തായാലും നിങ്ങൾ ഈ 2 സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.